വിയറ്റ്നാമിന്റെ ജീവനാഡിയായ മെക്കോങ് നദിയിലൂടെ ഒരു യാത്ര. അവിടുത്തെ അമ്പരപ്പിക്കുന്ന കാഴ്ചകളും വ്യത്യസ്തമായ രുചികളും നിറഞ്ഞ ഈ യാത്രയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വിശാലമായ മെക്കോങ് നദിയുടെ ഒരു കൈവഴിയിലൂടെ യാത്ര ചെയ്ത് അവിടുത്തെ ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് നമ്മുടെ ഉച്ചഭക്ഷണം കഴിച്ച് നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം ടു മെക്കോങ് ഡെൽറ്റ. വിയറ്റ്നാം ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെയും ധൈര്യത്തിന്റെയും കഥകൾ പറയുന്ന കൂച്ചി ടണലിലെ കാഴ്ചകൾ കണ്ടിട്ട് മെക്കോങ് ഡെൽറ്റയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. സൈഗോണിലെ ഡിസ്ട്രിക്ട് 1 നിന്നും ഏതാണ്ട് 80 കിലോമീറ്റർ ദൂരമുണ്ട് മെക്കോങ് ഡെൽറ്റയിലേക്ക്. സൈഗോണിൽ നിന്നും ഏതാണ്ട് 2400 രൂപയ്ക്ക് അടുത്ത് വരുന്ന ഡേ പാക്കേജ് എടുത്താൽ നമുക്ക് കൂച്ചി ടണൽസും മെക്കോങ് ഡെൽറ്റയും കണ്ടിട്ട് തിരിച്ചു വരാം. ഇടയ്ക്കുള്ള റിഫ്രഷ്മെന്റും ലഞ്ചുമൊക്കെ ഉൾപ്പെടെയുള്ളതാണ് ഈ പാക്കേജ്. കൂച്ചി ടണലിൽ നിന്നും ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മെക്കോങ് ഡെൽറ്റ ഫെറിയുടെ വാതിക്കലെത്തി. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും ഈ ഫെറി കടന്നിട്ട് മെക്കോങ് ഡെൽറ്റയിലേക്ക് യാത്ര ചെയ്യുന്നത്. പക്ഷെ ഇന്ന് എന്തോ വലിയ തിരക്ക് കാണുന്നില്ല. ഫെറി ടെർമിനലിനുള്ളിൽ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. പ്രധാനമായും വിയറ്റ്നാമീസ് സൊവനീഴ്സ് ആണ് ഇവിടെ വാങ്ങാൻ കിട്ടുന്നത്. ഫെറിയിൽ സന്ദർശകരെ കാത്ത് വലിയ ബോട്ടുകളൊക്കെ അങ്ങനെ കിടപ്പുണ്ട്. പ്രധാനമായും ഓവർനൈറ്റ് സ്റ്റേ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ബോട്ടുകളാണ് ഇതൊക്കെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയ ബോട്ട് കുറച്ചകലെ മാറി കിടപ്പുണ്ട്. അത് ലക്ഷ്യമാക്കിയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. ഒരേ സമയത്ത് 10-100 ബോട്ടുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഈ ഫെറിയിലുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഗൈഡ് സുരക്ഷിതരായി ഞങ്ങളെ ഓരോരുത്തരെയും ബോട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. സേഫ്റ്റി ജാക്കറ്റ് ധരിച്ചുകൊണ്ടാണ് ഈ യാത്ര. അബദ്ധവശാൽ മെക്കോങ് നദിയിലേക്ക് വീണുപോയത്തെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ജീവനോടെ തിരിച്ചു വരുവാൻ വളരെ പ്രയാസമാണ്. അത്രയ്ക്കും ശക്തിമത്തായ ഒരു നദിയാണ് മെക്കോങ്. ടിബറ്റിൽ നിന്നും ഉത്ഭവിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ 6 രാജ്യങ്ങളിലൂടെ കടന്നുപോയിട്ട് സൗത്ത് ചൈന സീയിലാണ് 5000 കിലോമീറ്ററോളം നീളമുള്ള മെക്കോങ് നദി അവസാനിക്കുന്നത്. മെക്കോങ് നദിയിലെ ഈ കലങ്ങിയ വെള്ളം സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഫലഭൂയിഷ്ഠതയാണ്. കോടിക്കണക്കിന് ആൾക്കാരാണ് 6 രാജ്യങ്ങളായി മെക്കോങ് നദിയുടെ തീരത്ത് ജീവിക്കുന്നത്. കൃഷിക്ക് മാത്രമല്ല, വാണിജ്യത്തിനും ടൂറിസത്തിനുമൊക്കെ വലിയ പ്രാധാന്യമാണ് ഈ 6 രാജ്യങ്ങൾക്കും മെക്കോങ് നദി നൽകുന്നത്. ഏതാണ്ട് 15 മിനിറ്റത്തെ ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നദിയുടെ മറുകരയെത്തി. മെക്കോങ്ങിന്റെ തീരത്തെ ഒരു കോക്കനട്ട് ക്യാൻഡി നിർമ്മാണശാലയിലേക്കാണ് ഗൈഡ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒരു താൽക്കാലിക ഷെഡിൽ കുറച്ച് യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെ തികച്ചും കൈകൾ കൊണ്ടാണ് ഇവിടെ മിഠായി ഉണ്ടാക്കുന്നത്.
ഇവിടെ നിന്ന് കിട്ടിയ സാമ്പിളൊക്കെ രുചിച്ചിട്ട് ചിലരൊക്കെ മിഠായികൾ വാങ്ങിച്ചു. മുതലയുടെ തോലുകൊണ്ടുള്ള പല ഉൽപ്പന്നങ്ങളും ഇവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇവിടെ സ്നേക്ക് വൈൻ രുചിക്കാനും വിൽക്കാനുമായി വെച്ചിട്ടുണ്ട്. വലിയ ധൈര്യമില്ലാഞ്ഞതുകൊണ്ട് ഞാനിത് രുചിക്കാൻ പോയില്ല. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഒരു ഫാം ഹൗസിലൂടെ കുറെ ദൂരം നടന്നിട്ട് ഒരു ചെറിയ ബോട്ടിൽ കയറി ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം റെഡിയാക്കിയിട്ടുള്ള ഹോട്ടലിലേക്ക് പോവുകയാണ് ഇപ്പോൾ. ഇവിടുത്തെ ജീവിതങ്ങളും ബിസിനസ്സും എല്ലാം മെക്കോങ് നദിയെയോ അതിന്റെ കൈവഴികളെയോ ആശ്രയിച്ചിട്ടുള്ളതാണ്. ഏതാണ്ട് 40,500 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുണ്ട് വിയറ്റ്നാമിലെ മെക്കോങ് ഡെൽറ്റയ്ക്ക്. മെക്കോങ് നദിയിലൂടെയും അതിന്റെ തോടുകളിലൂടെയുമുള്ള യാത്രയും ഉച്ചയ്ക്കത്തെ ലഞ്ചുമാണ് മെക്കോങ് ഡെൽറ്റ ടൂറിന്റെ പ്രധാന ഹൈലൈറ്റ്സ്. തലയ്ക്ക് മുകളിൽ കുട പിടിച്ചു നിൽക്കുന്ന പനയോലകളുടെ ഇടയിലൂടെ നീലാകാശവും കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക സുഖമാണ്. ഈ തോടുകളിലൂടെ തലങ്ങും വിലങ്ങും കടന്നു പോകുന്ന മോട്ടോർ ബോട്ടുകളുടെ ശബ്ദം ഇവിടുത്തെ ശാന്തതയ്ക്ക് കുറച്ചൊക്കെ കളങ്കമേൽപ്പിക്കുന്നുണ്ട്. മെക്കോങ് ഡെൽറ്റയിലെ ജീവിതവും ഇവിടുത്തെ കാഴ്ചകളും വിയറ്റ്നാം സന്ദർശിക്കുന്ന ഓരോ സന്ദർശകനും ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അത്രയ്ക്കും മറക്കാനാവാത്ത അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഈ യാത്ര നമുക്ക് തരുന്നത്. പൊതുവെ നല്ല മഴക്കോളുള്ള കാലാവസ്ഥയാണ് ഇന്ന്. ഇടയ്ക്കിടയ്ക്ക് മഴ അങ്ങനെ പെയ്യുന്നുമുണ്ട്. ഏതാണ്ട് 15 മിനിറ്റത്തെ ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഹോട്ടലിന്റെ വാതിക്കലെത്തി. വിയറ്റ്നാട്ട് എന്ന പേരുള്ള റിസോർട്ടിലാണ് ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ആഹാരം ക്രമീകരിച്ചിരിക്കുന്നത്. റെസ്റ്റോറന്റിലേക്കുള്ള വഴിയിൽ നമുക്ക് മത്സ്യങ്ങൾക്കും മുതലകൾക്കുമൊക്കെ തീറ്റി കൊടുക്കാം. സന്ദർശകർക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിലാണ് ഈ ടൂർ കമ്പനികളൊക്കെ ഓരോ പാക്കേജും അവതരിപ്പിക്കുന്നത്. റിസോർട്ടിലെ കാഴ്ചകൾ കുറച്ചൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ലഞ്ച് ടേബിളിലേക്ക് നടന്നു. ഞങ്ങളെ കൂടാതെ കുറച്ച് സന്ദർശകർ മാത്രമേ ഇന്ന് ആഹാരം കഴിക്കുവാൻ ഈ റെസ്റ്റോറന്റിലുള്ളൂ. ഈ റെസ്റ്റോറന്റ് വലിപ്പം കണ്ടിട്ട് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിലും ഇന്ന് വലിയ തിരക്ക് കാണുന്നില്ല. ഞങ്ങൾക്കുള്ള ടേബിളിൽ ആഹാരം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉച്ചഭക്ഷണം അങ്ങനെ റെഡിയാണ്. ഈ മുന്നിലിരിക്കുന്നത് ഇവിടുത്തെ പ്രധാന വിഭവമായ എലിഫന്റ് ഇയർ ഫിഷ് ആണ്. മീനിന്റെ മുന്നിലിരിക്കുന്ന സ്വർണ്ണ പന്ത് കണ്ടില്ലേ? ഇത് സ്റ്റിക്കി റൈസ് ബോൾ ആണ്. തികച്ചും വിഭവസമൃദ്ധമായ ആഹാരം തന്നെയാണ് ഹോട്ടലുകാർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. റെസ്റ്റോറന്റിലെ പരിചാരിക വന്നിട്ട് സ്റ്റിക്കി റൈസ് ബോൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു. അതിനുശേഷം വറുത്തു വെച്ചിരിക്കുന്ന ആനച്ചെവിയൻ മീനിനെയും ചെറിയ കഷ്ണങ്ങളാക്കി
മുറിച്ചു മാറ്റി. ഇത് വിയറ്റ്നാമീസ് സൂപ്പാണ്. മീനും ധാരാളം പച്ചക്കറികളും ഇട്ട് ഉണ്ടാക്കിയ ഒരു വിയറ്റ്നാമീസ് സൂപ്പ്. മീൻ വെച്ചിട്ട് മീനും കുറച്ച് പച്ച ഇലയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടെ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് കഴിക്കാൻ പോവാം. ട്രൈ ചെയ്ത് നോക്കാം. മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. കാരണം മീനിൻ്റെ വാലിലെത്തിയിരിക്കുകയാണ്. അപ്പം അത് കഴിക്കാൻ പോവാം. വലിയൊരു മീനായിരുന്നു. ഞങ്ങൾ 3 പേര് കഴിച്ചിട്ടും തീരുന്നില്ല. കാരണം ഇതാ ഇവിടെ അതുപോലെ ഈ സൂപ്പിനകത്ത് നിറച്ച് മീനാണ്. സോ മച്ച് ഓഫ് ഫുഡ്. ഇഷ്ടംപോലെ ആരുണ്ടെന്ന് നിങ്ങൾ പറയുമായിരുന്നു. സോ യു വേസ്റ്റിംഗ് ലോട്ട് ഓഫ് ഫുഡ്. ദാറ്റ് ഈസ് എ ക്രൈം. യു ഷുഡ് നോട്ട് വേസ്റ്റ്. വി കാൻ ടേക്ക് അത്. ദേ ഷുഡ് ഹാവ് എ ബെറ്റർ സിസ്റ്റം. കുറേയേറെ ആഹാരം കഴിച്ചു. ഇനി കഴിക്കാൻ വയ്യ. യാ ഓക്കെ വിത്ത് ദ ചീസ് ഈസ് ഗുഡ്. ഓക്കെ തണ്ണീർമത്തനും മണ്ടയ്ക്ക് ഒരു കഷ്ണം ചീസ് വെച്ചിട്ട് കഴിക്കാൻ നല്ല രുചിയായിരിക്കുമെന്ന് ആണ് നമ്മൾ പറയായിരുന്നു. ഞാൻ എന്തായാലും ഈ മീൻ കഴിക്കുകയാണ്. ഗുഡ്. വിഭവസമൃദ്ധമായ ലഞ്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ ചെറുതായിട്ടൊന്ന് തോന്നു. അതിനുശേഷം ഞങ്ങൾ ഇനി ഒരു ചെറിയ ബോട്ടിൽ കയറി മിക്കോങ്ങിന്റെ കൈവഴികളിലൂടെ കുറച്ച് യാത്ര ചെയ്യുകയാണ്. സ്ത്രീകളാണ് ഈ ബോട്ട് തുഴയുന്നത്. മഴ മാറിയ ഈ പ്രകൃതിയിൽ മിക്കോങ്ങിന്റെ കൈവഴിയിലൂടെ ഒരു കൊച്ചു ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഒരു പ്രത്യേക സുഖമാണ്. തോടിന്റെ ഇരുവശവും നിൽക്കുന്ന പനകൾ ഒരു കാവലായി, ഒരു കുടയായി നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. വിയറ്റ്നാമിലെ ഗ്രാമീണ മേഖലയുടെ വളർച്ചയ്ക്ക് ടൂറിസം ഒരു വലിയ പങ്ക് തന്നെയാണ് നൽകുന്നത്. വിയറ്റ്നാം ടൂറിസത്തിൽ ഗ്രാമീണ മേഖലയുടെ പങ്ക് ഒരിക്കലും തള്ളിക്കളയാൻ വയ്യാത്തതാണ്. ധാരാളം പേർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുന്നതാണ് ടൂറിസം മേഖല. തിരിച്ച് ഫെറിയിലേക്ക് പോകുന്ന വഴിയിൽ ഗ്രാമീണ കലാകാരന്മാരുടെ ചെറിയൊരു പെർഫോമൻസ്, പാട്ടും സംഗീതോപകരണങ്ങളും ഒക്കെ ഉണ്ട്. കലാകാരന്മാർക്ക് ചെറിയൊരു ടിപ്പ് കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. മെക്കോങ് നദിയുടെ തീരത്താണ് ഈ ഗ്രാമമെങ്കിലും ഈ ദ്വീപെങ്കിലും. ഇവിടെയും നമ്മുടെ കുട്ടനാട്ടെ കൂട്ട് ഉള്ള പ്രശ്നം പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഷോർട്ടേജാണ്. അപ്പോൾ ഇവരിങ്ങനെ ഈ മഴവെള്ളം ഈ ഭരണകളിലൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം മെക്കോങ് എപ്പോഴും കലങ്ങിയൊക്കെ ആയിരിക്കും ഒഴുകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അവർ വെള്ളം സംഭരിക്കുന്നത്. വിയറ്റ്നാമിൽ മിക്കപ്പോഴും മഴ കാണുമല്ലോ. മെക്കോങ് ഡെൽറ്റയിലൂടെയുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി മെക്കോങ് നദിയിലൂടെയും ശാന്തമായ അതിന്റെ കൈവഴികളിലൂടെയുമുള്ള യാത്രയും പിന്നീട് ഉച്ചയ്ക്കത്തെ വിഭവസമൃദ്ധമായ ആഹാരവും എല്ലാം അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ് മെക്കോങ് ഡെൽറ്റയും അതിന്റെ തീരങ്ങളും നമുക്ക് തരുന്നത്. ശാന്തമായ കനാലിൽ കൂടെയുള്ള യാത്രയും ഉച്ചഭക്ഷണവുമാണ് എൻ്റെ ഈ യാത്രയിലെ ഹൈലൈറ്റായി എനിക്ക് തോന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വിയറ്റ്നാമിന്റെ കൂടുതൽ കാഴ്ചകളുമായി ഞാൻ ഉടനെ മടങ്ങി വരുന്നുണ്ട്. ദിസ് ഈസ് ബെൻസൺ ജോൺ സൈനിങ് യു ഫ്രം ബെൻസൺസ് ട്രാവൽസ്.